Hi all, welcome to Sapphire Future Academy Board Booster Series. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോമൻക്ലേച്ചർ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൽക്കഹോൾസിൻ്റെ പ്രിപ്പറേഷൻ ആണ്. ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സിൻ്റെ പാർട്ട് 2 ആണ് നമ്മൾ കാണുന്നത്. ആദ്യമായിട്ട് സ്ട്രക്ചർ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പാണ്. ആൽക്കഹോളിലും ഫിനോളിലും OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. OH ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ആൽക്കഹോളിൽ എന്ന് പറയുമ്പോൾ അത് ആൽക്കൈൽ ഗ്രൂപ്പിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഫിനോളിൽ ബെൻസീൻ റിങ്ങിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇനി ഈത്തറിലാണെങ്കിലോ, ഈതർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ആൽക്കഹോൾ ഡെറിവേറ്റീവ് ആണ്. രണ്ട് കാർബൺ ചെയിൻ്റെ ഇടയിൽ ഓക്സിജൻ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതാണ് ഈതേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈതേഴ്സിന് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഈതേഴ്സിനെ നമ്മൾ കണ്ടതാണ്. സിമിട്രിക്കൽ ഈതേഴ്സ്, അൺസിമിട്രിക്കൽ ഈതേഴ്സ് എല്ലാം നമ്മൾ കണ്ടതാണ്. ഈതേഴ്സ് എന്ന് പറയുമ്പോൾ ഓർക്കുക, രണ്ട് കാർബണിൻ്റെ ഇടയിൽ ഒരു സിംഗിൾ ഓക്സിജൻ നിൽക്കുന്നതാണ് ഈതേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ സ്ട്രക്ചറുകളാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. In alcohols, the oxygen of the OH group is attached to carbon by a sigma bond formed by the overlap of a sp2 hybridized orbital. sp2 hybridized orbitalകളാണ് എവിടെയുള്ളത്? ആൽക്കഹോൾസിൽ ഉള്ളത്. ആൽക്കഹോൾസിൽ, അതായത് ROH എന്നെഴുതുമ്പോൾ അതല്ലെങ്കിൽ CH3OH എന്നെഴുതുമ്പോൾ ഈ കാർബണുകളെല്ലാം സിംഗിൾ കാർബൺ 3 ഹൈഡ്രജനും അതുപോലെ കാർബൺ ഓക്സിജനോട് ലിങ്ക് ചെയ്തിരിക്കുന്നതും സിംഗിൾ ബോണ്ടഡ് ആയത് കാരണം സോ ദിസ് കാർബൺ ഈസ് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഓഫ് കാർബൺ വിത്ത് sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഓഫ് ഓക്സിജൻ. അതാണ് അതിൻ്റെ ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് മെത്തനോൾ ഉണ്ട്, ഫിനോൾ ഉണ്ട്, അതുപോലെ മിത്തോക്സി മീഥൈൻ ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നോക്കൂ, ഇത് മെത്തനോൾ ആണ്, അതായത് മീഥൈൽ ഗ്രൂപ്പിനോട് OH അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സിംഗിൾ കാർബണുള്ള ആൽക്കഹോളിനെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? മെത്തനോൾ എന്നാണ് വിളിക്കുക. ഇവിടെ കാർബൺ 3 ഹൈഡ്രജനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു, അതുപോലെ കാർബൺ OHനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഓക്സിജനിൽ 2 ലോൺ പെയേഴ്സ് ഉണ്ട്. ഓക്സിജനിൽ 2 ലോൺ പെയേഴ്സ് ഉണ്ട്. അവിടെ കാർബൺ ഓക്സിജൻ COH ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 108.9 ഡിഗ്രിയാണ്. അതുപോലെ കാർബൺ ഓക്സിജൻ ബോണ്ട് ലെങ്ത് ശ്രദ്ധിക്കൂ, 142 പൈക്കോമീറ്റർ ആണ്. OH ബോണ്ട് ലെങ്ത് 96 പൈക്കോമീറ്ററുമാണ്. ശ്രദ്ധിക്കുക, കാർബൺ ഓക്സിജൻ COH ബോണ്ട് ആംഗിൾ 108.9 ഡിഗ്രിയാണ്. അതുപോലെ കാർബൺ ഓക്സിജൻ ബോണ്ട് ലെങ്ത് ഈസ് 142. അറ്റ് ദ സെയിം ടൈം OH ബോണ്ട് ലെങ്ത് ഈസ് 96 പൈക്കോമീറ്റർ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫിനോൾ, ഫിനോളിന്റെ കേസിൽ എങ്ങനെയാണ്? കാർബൺ ഓക്സിജൻ ബോണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇത് ബെൻസീൻ റിംഗ് ആണ്. ഈ കാർബണിലൂടെ എന്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ട്? കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജനെ ഒഴിവാക്കിയിട്ടാണ് അവിടെ OH അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഈ കാർബൺ ഓക്സിജൻ ബോണ്ട് എന്തായിരിക്കും? ഇത് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആയിരിക്കും. എന്താണ് അതിന്റെ കാരണം? ഇവിടെ ഈ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ കാർബൺ എന്ന് പറയുന്നത് ബെൻസീൻ റിങ്ങിലുള്ള കാർബൺ ആണ്. ആ ബെൻസീൻ റിങ്ങിന്റെ പ്രത്യേകത എന്താണ്? ബെൻസീൻ റിങ്ങിൽ ഓൾട്ടർനേറ്റ് പൊസിഷനിൽ ഡബിൾ ബോണ്ട് ആണ് ഉള്ളത്. ദാറ്റ് ഈസ് വൈ കാർബൺ ഈസ് ഇൻ sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ്. അപ്പൊ ഈ കാർബൺ sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിലാണ്. ഈ കാർബൺ OH ബോണ്ട് ശ്രദ്ധിക്കൂ. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഈ മെത്തനോളിലുള്ള കാർബൺ sp3യും ബെൻസീൻ റിങ്ങിൽ, അതായത് ഫിനോളിലുള്ള കാർബൺ sp2മാണ്. അതുകൊണ്ട് തന്നെ നോക്കൂ, അതിൻ്റെ ബോണ്ട് ആംഗിൾ കാർബൺ COH ബോണ്ട് ആംഗിൾ 109 ഡിഗ്രിയാണ്. കാർബൺ ഓക്സിജൻ ബോണ്ട് 136 പൈക്കോമീറ്റർ ആണ്. ഇവിടെ കാർബൺ ഓക്സിജൻ ബോണ്ട് 142 ആണ്. ഇവിടെ കാർബൺ ഓക്സിജൻ ബോണ്ട് 136 ആണ്. അതിന്റെ കാരണം ഇത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്, ഇത് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ. അതായത് കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിന് ബോണ്ട് ലെങ്ത് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടിനേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് മിത്തോക്സി മീഥൈൻ ആണിത്. ഇതൊരു സിമിട്രിക്കൽ ഈത്തറാണ്.
ഇവിടെ COC ബോണ്ട് 111.7 ഡിഗ്രി, അതുപോലെ കാർബൺ ഓക്സിജൻ ബോണ്ട് 141 പൈക്കോമീറ്റർ. ഇതുമായിട്ടൊരു സ്ലൈഡ് ഡിഫറൻസേ ഉള്ളൂ. കാരണം ഇത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണല്ലോ. ദർ ഇസ് എ സ്ലൈഡ് ഡിഫറൻസ്. അതിൻ്റെ അറ്റാച്ച്മെന്റിന്റെ പ്രത്യേകത കൊണ്ടാണ് ചെറിയൊരു പൈക്കോമീറ്ററിന്റെ ഡിഫറൻസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇനി നോക്കൂ, ദ ബോണ്ട് ആംഗിൾ COH ഇൻ ആൽക്കഹോൾ ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ ദ ടെട്രാഹൈഡ്രൽ ആംഗിൾ. നമ്മൾ കുറച്ചും കൂടി ഡിസ്കസ് ചെയ്താണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റിപ്പൾഷൻ ബിറ്റ്വീൻ ദ അൺഷെയർഡ് ഇലക്ട്രോൺ പെയർ ഓഫ് ഓക്സിജൻ. ബോണ്ട് ആംഗിള് സ്ലൈറ്റ് ആയിട്ടൊരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് ഇതിന്റെ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണെങ്കിൽ ദാറ്റ് ഈസ് ടെട്രാഹൈഡ്രൽ കാർബൺ ആണ്. ടെട്രാഹൈഡ്രൽ കാർബൺ അല്ലെങ്കിൽ ടെട്രാഹൈഡ്രൽ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 109 ഡിഗ്രി 28 മിനിറ്റ് ആണ്. പക്ഷെ അതിൽ നിന്നും സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഓക്സിജനിൽ എന്തുണ്ട്? ലോൺ പെയേഴ്സ് ഉണ്ട്. ലോൺ പെയേഴ്സിന്റെ റിപ്പൾഷൻ മൂലമാണ് അതിന്റെ ബോണ്ട് ആംഗിൾ ചെറിയ വ്യത്യാസമുള്ളത്. Okay, in phenols, the OH group is attached to sp2 hybridized carbon of an aromatic ring. The carbon oxygen bond length is 136. നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം കാര്യമാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഇനി അതിന്റെ കാരണം വളരെ കുറച്ചും കൂടി വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കാർബൺ ഓക്സിജൻ ബോണ്ട് ലെങ്ത് ഫിനോളിൽ കുറയുന്നത്? ഒന്ന്, നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം റീസൺസ് ആണ്. പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഓൺ അക്കൗണ്ട് ഓഫ് ദി കോൺജുഗേഷൻ ഓഫ് അൺഷെയർഡ് ഇലക്ട്രോൺ പെയർ. അതായത് ബെൻസീൻ റിംഗിൽ OH അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നു. ബെൻസീൻ റിംഗിൽ OH നിൽക്കുന്നു. അവരെന്ത് ചെയ്യുന്നുണ്ട്? അവര് ഇവിടെ ഡബിൾ ബോണ്ടാണ്, കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട്. ഈ കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട്, കാർബൺ ഒന്നും ഓക്സിജനും തമ്മിൽ ഇവിടെ ലോൺ പെയർ ഉണ്ട്. ഈ ലോൺ പെയേഴ്സ് ഇങ്ങോട്ട് വന്നിട്ട് എന്തുണ്ടാക്കുന്നുണ്ട്? ഒരു കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ റെസൊണൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. കാർബണും ഓക്സിജനും തമ്മിൽ റെസൊണൻസ്, ഇത് ഫുൾ കോൺജുഗേഷൻ, പൈബോൺ കോൺജുഗേഷൻ നടക്കുന്നുണ്ട്. അത് കാരണം പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ബോണ്ട് ലെങ്ത് വ്യത്യാസമുണ്ട്, കുറവാണ്. sp2 hybridized state of carbon. Same reason ആണ് നമ്മൾ പറഞ്ഞത്. In ethers, the 4 electron pairs, the 2 bond pairs and the 2 lone pairs of electrons on oxygen are arranged to approximately tetrahedral angle. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം റീസൺ ആണ്. അതിൻ്റെ ബോണ്ട് ആംഗിളിൻ്റെ വ്യത്യാസം ഉണ്ട് എന്നുള്ളത്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് പ്രിപ്പറേഷൻ ആണ്. ആൽക്കഹോൾസിന്റെ പ്രിപ്പറേഷൻ ആണ്. ആൽക്കഹോൾസിന്റെ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽക്കീനിൽ നിന്നും പ്രിപ്പയർ ചെയ്യാം ആൽക്കഹോൾസിന്. ആൽക്കീനിലേക്ക് ജസ്റ്റ് വാട്ടർ അഡീഷൻ, ആസിഡിന്റെ പ്രസൻസിൽ, H+ പ്രസൻസിൽ വാട്ടർ അഡീഷൻ നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? ആൽക്കഹോൾ കിട്ടുന്നുണ്ട്. അതുപോലെ ആൽക്കഹോൾ അഡീഷൻ അല്ലെങ്കിൽ വാട്ടർ അഡീഷൻ, ആ വാട്ടർ അഡീഷൻ എന്ന് പറയുന്നത് മാർക്കോണിക്കോ റൂൾ വഴിയേ പോകത്തുള്ളൂ. നമ്മൾ 11th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ് മാർക്കോണിക്കോസ് റൂൾ എന്താണെന്ന്. മാർക്കോണിക്കോ റൂൾ എന്ന് പറഞ്ഞാൽ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ദ നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡൻറ്റം വിൽ മൂവ് ടു കാർബൺ കണ്ടെയ്നിങ് ലെസ് നമ്പർ ഹൈഡ്രജൻ. അത് ആൽക്കീൻ വിത്ത് HBr അഡീഷൻ ഓർ ആൽക്കീൻ വിത്ത് HI അഡീഷനുകൾ പഠിച്ചിട്ടുള്ളതാണ് 11th സ്റ്റാൻഡേർഡിൽ. അതിൻ്റെ അകത്ത് ആൽക്കീനിലേക്ക് HBr അഡീഷൻ നടത്തുമ്പോൾ HBrലെ നെഗറ്റീവ് പാർട്ട്, അതായത് Br- കാർബൺ കണ്ടെയ്നർ ലെസ് നമ്പർ ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്ക് മൂവ് ചെയ്യുന്നു. അതുപോലെ ഹൈഡ്രജൻ പോകുന്നത് മോർ നമ്പർ ഹൈഡ്രജൻ ഉള്ള കാർബണിലേക്കായിരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പം നമ്മളൊരു കാർബൺ ഡബിൾ ബോണ്ട് ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. വാട്ടർ അഡീഷൻ നടക്കുന്നു, ഇത് ബോണ്ട് ക്ലീവ് ചെയ്യുന്നു. H+ ബോണ്ട് 2 ക്ലീവ് ചെയ്യില്ല, ഒരു പൈ ബോണ്ട് മാത്രമേ ക്ലീവ് ചെയ്യുന്നുള്ളൂ. വാട്ടർ H+ഉം OH- ഡിസോസിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് OH- ഒരു കാർബണിന്റെ സൈഡിലേക്ക് പോകുന്നു. കുറച്ചും കൂടി വ്യക്തമായിട്ട് നമുക്കിത് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. ഇത് പ്രൊപ്പീൻ ആണ്. ഇവിടെ വാട്ടർ അഡീഷൻ നടക്കുന്നു, H+ഉം OH-ഉം. OH- വിൽ മൂവ് ടു കാർബൺ കണ്ടെയ്നിങ് ലെസ് നമ്പർ ഹൈഡ്രജൻ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഹൈഡ്രജൻ അടുത്ത കാർബണിന്റെ അടുത്തേക്കും പോകുന്നു. അപ്പോൾ ഇത് മാർക്കോണിക്കോ വഴിയേ പോകത്തുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അത് മാർക്കോണിക്കോ റൂൾ വഴിയേ പോകുള്ളൂ. വാട്ട് ഈസ് മാർക്കോണിക്കോ റൂൾ? നെഗറ്റീവ് പാർട്ട് വിൽ മൂവ് ടു കാർബൺ, നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡൻറ്റം വിൽ മൂവ് ടു കാർബൺ കണ്ടെയ്നിങ് ലെസ് നമ്പർ ഹൈഡ്രജൻ. ഓക്കെ, നെക്സ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്
ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ ആണ്. ബൈ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ. ഡൈബൊറൈൻ ആണ് ഇവിടെ റിയേജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഡൈബൊറൈൻ ഈസ് എ ബെറ്റർ റിയേജന്റ് ആണ്. ഡൈബൊറൈൻ റിയാക്ട്സ് വിത്ത് ഡൈബൊറൈൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് B2H6 ബനാന ബോണ്ട് ഒക്കെ ഉണ്ടാക്കുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ്. കഴിഞ്ഞ ഇയറിൽ 11th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ വരയ്ക്കുന്നത്. ഇതാണ് ഡൈബൊറൈൻ്റെ സ്ട്രക്ചർ. ഈ ഡൈബൊറൈൻ ആണ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആൽക്കീനിലേക്ക് ആഡ് ചെയ്യുന്നു, ഡൈബൊറൈൻ ആഡ് ചെയ്യുന്നു. അതിൻ്റെ റിയാക്ഷൻ ശ്രദ്ധിക്കുക, അത് ഓപ്പോസിറ്റ് ഓഫ് മാർക്കോണിക്കോ ആണ്. ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മളിവിടെ സ്ട്രക്ചർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ വാട്ടർ അഡീഷന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അവിടെ മാർക്കോണിക്കോ ആണെങ്കിൽ ഇവിടെ നടക്കുന്നത് ആൻറ്റി മാർക്കോണിക്കോ ആണ്. അതായത് നേരെ ഓപ്പോസിറ്റ്, നെഗറ്റീവ് പാർട്ട് വിൽ മൂവ് ടു കാർബൺ കണ്ടെയ്ൻ മോർ നമ്പർ ഹൈഡ്രജൻ. ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് പ്രൊപ്പീനാണ്, ഡൈബൊറൈൻ എടുത്തിരിക്കുന്നു. അത് സംഭവിച്ചിരിക്കുന്നത് നോക്കുക, ബോണ്ട് ക്ലീവ് ചെയ്യുന്നുണ്ട്. HBH2 ട്വൈസ് ആ ബോണ്ട് ക്ലീവ് ചെയ്തിട്ട് ഇവിടുത്തെ ഒരു പൈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ H ഈ കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇനി ഈ BH2 ഇങ്ങോട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി വീണ്ടും നടക്കുന്നു. CH2 CH ഡബിൾ ബോണ്ട് CH2 അഗെയിൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? BH2 എന്നുള്ളത് BH ആയി മാറുകയും ഈ ചെയിൻ ഡബിൾ ആവുകയും ചെയ്യുന്നു. വീണ്ടും നമ്മൾ ആൽക്കീനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ CH3 CH2 എന്നുള്ള ചെയിൻ ഡബിൾ ആവുകയും അതുപോലെ BH2 എന്നുള്ളത് BH ആയി മാറുകയും ചെയ്യും. ഇനി ഒന്നുകൂടെ ആഡ് ചെയ്താലോ? ഒന്നുകൂടെ അഡീഷൻ നടത്തിയാൽ ആ ചെയിൻ ട്രിപ്പിൾ ആവുകയും ബോറോൺ മാത്രമായി മാറുകയും ചെയ്യുന്നു. ഇനി പിന്നീട് ഇവിടെ വാട്ടർ ചേർത്തിട്ട് ഓക്സിഡൈസിങ് ഏജന്റ് ഇട്ട് കൊടുക്കുകയാണ്. ഓക്സിഡൈസിങ് ഏജന്റിന് H2O2 എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അതിന് ഇട്ട് കൊടുക്കുമ്പോൾ ആ OH ഈ പറഞ്ഞ പോലെ എങ്ങോട്ട് വന്നു? അറ്റാച്ച്മെന്റ്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിരിക്കുന്നു. ഒറ്റ സ്റ്റെപ്പിൽ എഴുതുവാണെങ്കിൽ CH3 CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് B2H6 ഇങ്ങനെയാണ് നമ്മൾ എഴുതിയതെങ്കിൽ എങ്ങോട്ട് പോകുന്നു? ഈ ഡൈബൊറൈനിലെ അതായത് ഹൈഡ്രജൻ OH എങ്ങോട്ട് പോകുന്നു? മോർ നമ്പർ ഹൈഡ്രജൻ ഉള്ള ഇടത്തേക്ക് പോകുന്നു. അതായത് CH3 CH2 CH2 OH. എപ്പോഴും ഓർത്ത് വെക്കേണ്ടതാണ്, ഡൈബൊറൈൻ വിത്ത് ആൽക്കീൻ എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ ആണ് ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ഓഫ് മാർക്കോണിക്കോ. ദാറ്റ് മീൻസ് ആൻറ്റി മാർക്കോണിക്കോ റൂൾ. ഓക്കെ, അടുത്ത പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കാർബോണിൽ കോമ്പൗണ്ടിൽ നിന്ന് നമുക്ക് ആൽക്കഹോളിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും ബൈ റിഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും റിഡക്ഷൻ വഴി നമുക്ക് ആരെ പ്രിപ്പയർ ചെയ്യാം? ആൽക്കഹോളിനെ പ്രിപ്പയർ ചെയ്യാം. ആൽഡിഹൈഡ്സിനെ റിഡക്ഷൻ നടത്തിയാൽ പ്രൈമറി ആൽക്കഹോളും കീറ്റോൺസിനെ റിഡക്ഷൻ നടത്തിയാൽ സെക്കൻഡറി ആൽക്കഹോളുമാണ് കിട്ടുന്നത്. ജനറലി ആണ് പറഞ്ഞത്. ഇനി വരുന്ന ഓക്സിഡൈസിങ് ഏജന്റുകളുടെ ബേസിൽ റിഡ്യൂസിങ് ഏജന്റുകളുടെ ബേസിൽ അതിന് മാറ്റങ്ങൾ വരാം. അപ്പോൾ ആൽഡിഹൈഡ്സിനെ റിഡക്ഷൻ നടത്തിയാൽ പ്രൈമറി ആൽക്കഹോളും കീറ്റോണിനെ റിഡക്ഷൻ നടത്തിയാൽ സെക്കൻഡറി ആൽക്കഹോളുമാണ് കിട്ടുന്നത്. Aldehydes and ketones are reduced to the corresponding alcohols by addition of hydrogen in the presence of catalyst. അപ്പോൾ ഏതൊക്കെ റിഡ്യൂസിങ് ഏജന്റുകൾ ഉപയോഗിക്കാം? വെറുതെ മെറ്റലിന്റെ പ്രസൻസിൽ, അതായത് നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം, ഇതിൻ്റെയൊക്കെ പ്രസൻസിൽ ആൽഡിഹൈഡ്സിനെ നമുക്ക് റിഡക്ഷൻ നടത്തി പ്രൈമറി ആൽക്കഹോൾ ആക്കാം. അതുപോലെ കീറ്റോണുകളെ നമുക്ക് റിഡക്ഷൻ നടത്തി സെക്കൻഡറി ആൽക്കഹോൾ ആക്കാം. ഇനി അതുപോലെ ലിത്തിയം അലുമിനിയം ഹൈഡ്രേറ്റുകൾ ഉപയോഗിക്കാറുണ്ട്, സോഡിയം ബോറോ ഹൈഡ്രേറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ നല്ല റിഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ലിത്തിയം അലുമിനിയം ഹൈഡ്രേറ്റ് വളരെ എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ ലാബുകളിൽ അധികം ഉപയോഗിക്കാത്ത ഒന്നാണ് ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ റിഡ്യൂസിങ് ഏജന്റുകൾ നമുക്ക് നോർമലി ഉപയോഗിക്കാം? ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിക്കാം, സോഡിയം ബോറോ ഹൈഡ്രൈഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെറുതെ റിഡക്ഷൻ, അതായത് നിക്കൽ ഓർ പലേഡിയം ഓർ പ്ലാറ്റിനം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ, അതായത് നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം പോലെയുള്ള കാറ്റലിസ്റ്റിന്റെ പ്രസൻസിനാണ് നമ്മൾ ആൽഡിഹൈഡിനെ പ്രൈമറി ആൽക്കഹോൾ ആക്കി പറ്റുന്നത്, അല്ലെങ്കിൽ കീറ്റോണിനെ സെക്കൻഡറി ആൽക്കഹോൾ ആക്കി മാറ്റുന്നത് എങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ എന്നാണ് വിളിക്കുന്നത്. ദ യൂഷ്വൽ കാറ്റലിസ്റ്റ് ഈസ് എ ഫൈൻലി ഡിവൈഡഡ് മെറ്റൽ സച്ച് ആസ് പ്ലാറ്റിനം, പലേഡിയം ഓർ നിക്കൽ. കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷനിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് വി ക്യാൻ യൂസ് പ്ലാറ്റിനം, പലേഡിയം ഓർ നിക്കൽ. ഇനി നമുക്ക് മറ്റുള്ള മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ മറ്റു
ഉള്ള റിയേജന്റുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോഡിയം ബോറോഹൈഡ്രൈഡ്, ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ്, ഇതൊക്കെ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആൽഡിഹൈഡ്സ് ഓൺ റിഡക്ഷൻ ഗീവ് primary alcohol. Like that, ketones on reduction give secondary alcohol. Aldehyde reduction in presence of palladium to give primary alcohol. Ketones reduction in presence of sodium borohydride to give secondary alcohol. കുറച്ചും കൂടി വ്യക്തമായിട്ട് നമുക്ക് പിക്ചർ വരച്ചാൽ ശ്രദ്ധിക്കുക. CH3 C ഡബിൾ ബോണ്ടോ H എന്ത് ചെയ്യുന്നു? നമ്മൾ റിഡക്ഷൻ നടത്തുന്നു. റിഡക്ഷൻ ഇൻ പ്രസൻസ് ഓഫ് പലേഡിയം. അപ്പോൾ എന്ത് കിട്ടുന്നു? CH3 CH2OH എന്ന് കിട്ടുന്നു. അതായത് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അഡീഷനോ ഓക്സിജൻ റിമൂവലോ ആകാം. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അഡീഷനോ ഓക്സിജൻ റിമൂവലോ ആകാം. ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ അഡീഷൻ മാത്രമേ ഉള്ളൂ, ഓക്സിജൻ റിമൂവ് ചെയ്തിട്ടില്ല. ഇനി അതുപോലെ ഒരു കീറ്റോണിന് എടുക്കുന്നു. CH3 C ഡബിൾ ബോണ്ടോ CH3 ഇൻ പ്രസൻസ് ഓഫ് ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡോ സോഡിയം ബോറോ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പം ഞാനൊരു ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡിനെ ഉപയോഗിച്ചാൽ എന്താകുന്നു? CH3 CHOH CH3 CH സെക്കൻഡറി ആൽക്കഹോളായി ഹൈഡ്രജനെ ജസ്റ്റ് ആഡ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് റിഡക്ഷൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്സ് ആൻഡ് എസ്റ്റേഴ്സ്. കാർബോക്സിലിക് ആസിഡിനെയും എസ്റ്ററിനെയും ഒക്കെ റിഡക്ഷൻ നടത്തിയാലും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആൽക്കഹോളിനെ കിട്ടുന്നുണ്ട്. ഇപ്പം ഇതൊരു കാർബോക്സിലിക് ആസിഡാണ്. കാർബോക്സിലിക് ആസിഡിന്റെ റിഡക്ഷൻ നടത്തുന്നു. കാർബോക്സിലിക് ആസിഡിനെ ഡയറക്റ്റ് റിഡക്ഷൻ നടത്തുക എന്ന് വിചാരിക്കൂ. കാർബോക്സിലിക് ആസിഡിനെ റിഡക്ഷൻ നടത്തിയാൽ ചിലപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടേ പോവുള്ളൂ. അതായത് നമ്മൾ മൈൽഡായ റെഡ്യൂസിങ് ഏജന്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ആൽഡിഹൈഡ് ആയിട്ട് മാറുകയുള്ളൂ. വീണ്ടും എഗെയിൻ ഫർദർ നമ്മൾ അതിനെ റിഡക്ഷൻ നടത്തിയാൽ എന്താകുന്നു? ആൽഡിഹൈഡിനെ വീണ്ടും റിഡക്ഷൻ നടത്തിയാൽ പ്രൈമറി ആൽക്കഹോളാക്കി മാറും. അതേസമയം ലിത്തിയം അലുമിനിയം ഹൈഡ്രൈഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ carboxylic acid direct it will convert into alcohol. If you use lithium aluminum hydride, carboxylic acid is directly converted into primary alcohol. Okay, carboxylic acid, lithium aluminum hydride or dry ether followed by hydrolysis to give primary alcohol. Lithium aluminum hydride പകരം മൈൽഡ് റെഡ്യൂസിങ് ഏജന്റുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും ഡയറക്റ്റ് നമുക്ക് ആൽക്കഹോളിനെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കില്ല. ആൽഡിഹൈഡ് ആവുകയുള്ളൂ. അതിന് പിന്നെയും നമ്മൾ റിഡക്ഷൻ നടത്തിയെങ്കിൽ മാത്രമേ പ്രൈമറി ആൽക്കഹോളായിട്ട് ഉണ്ടാവുകയുള്ളൂ. ഇനി അതുപോലെ മറ്റൊരു റിയാക്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതൊരു കാർബോക്സിലിക് ആസിഡാണ്. അതെന്തിനോട് എക്സാമ്പിൾ എഴുതിയാൽ CH3COOH റിയാക്ട് വിത്ത് CH3OH ആൽക്കഹോൾ in presence of mineral acid. മിനറൽ ആസിഡിന്റെ പ്രസൻസിൽ കാർബോക്സിലിക് ആസിഡിനെ ആൽക്കഹോൾ കൊണ്ട് റിയാക്ട് ചെയ്താൽ എസ്റ്റേഴ്സ് ഉണ്ടാകുന്നു. അതായത് എലിമിനേറ്റ് ചെയ്ത് പോകുന്നത് വാട്ടർ ആണ്. ഓക്കെ, CH3COOCH3 മീത്തൈൽ അസറ്റേറ്റ് അല്ലെങ്കിൽ മീത്തൈൽ എത്തനോയേറ്റ് ആണെന്നാണ് അതിന്റെ പേര്. ഇനി നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? റിഡക്ഷൻ നടത്തുന്നു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ. അപ്പൊ എന്ത് കിട്ടും? CH2OH and CH3OH മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ കിട്ടുന്നു. റിഡക്ഷൻ നടത്തുമ്പോൾ ഹൈഡ്രജൻ കയറുന്നു, അവിടെ വെച്ച് ബോണ്ട് ക്ലീവ് ചെയ്യുന്നു. CH3 ഈ പാർട്ട് CH3CH2OH ഈ പാർട്ട് CH3OH മാറുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എസ്റ്റേഴ്സിനും കാർബോക്സിലിക് ആസിഡിനും നമുക്ക് ആൽക്കഹോളിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്നാണ്. ഗ്രിഗ്നാർഡ് റിയേജന്റ് റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെയിം റിയാക്ഷൻ തന്നെ നമ്മൾ ആൽഡിഹൈഡ് കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന ചാപ്റ്ററിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഗ്രിഗ്നാർഡ് റിയേജന്റ് ആൽക്കഹോൾസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ഹാലോ ആൽക്കേൻ ഹാലോ അരിയിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കൈൽ ഹാലൈഡിനെ മഗ്നീഷ്യം പോലുള്ള മെറ്റൽ കൊണ്ട് റിയാക്ട് ചെയ്യുക. ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട് വിത്ത് മഗ്നീഷ്യം ടു ഗീവ് alkyl magnesium halide. Generally we can say that RMgX.
ആൽക്കൈൽ മഗ്നീഷ്യം ഹാലൈഡ് ജസ്റ്റ് ആഡ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CH3Cl അല്ലെങ്കിൽ CH3Br റിയാക്ട് വിത്ത് Mg ടു ഗീവ് CH3MgBr. ഇതിനകത്തേക്ക് ഉള്ള ഹൈഡ്രോളിസ് ഒക്കെ പഠിച്ചത് ഹൈഡ്രോ കാർബൺ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹാലോ ആൽക്കൈൻ ഹാലോ അരിയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇനി ഗ്രിഗ്നാർഡ് റിയേജന്റ് പ്രിപ്പയർ ചെയ്തു. ഗ്രിഗ്നാർഡ് റിയേജന്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ആൽക്കഹോളിനെയാണ്. ഇത് ഫോർമാൽഡിഹൈഡ് ആണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു റിയാക്ഷനാണിത്. പ്രൈമറി ആൽക്കഹോളിനെ പ്രൈമറി ആൽക്കഹോളിനെ പ്രിപ്പയർ ചെയ്യുവാണ്. ഫോർമാൽഡിഹൈഡ് റിയാക്ട് വിത്ത് ഗ്രിഗ്നാർഡ് റിയേജന്റ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. ഒന്നാമത്തെ റിയാക്ഷൻ നടത്തുക. സെക്കൻഡ് റിയാക്ഷൻ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ടു ഗീവ് പ്രൈമറി ആൽക്കഹോൾ. ഇനി അസറ്റാൽഡിഹൈഡ് റിയാക്ട് വിത്ത് ഗ്രിഗ്നാർഡ് റിയേജന്റ് ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ് ടു ഗീവ് സെക്കൻഡറി ആൽക്കഹോൾ. Then like that ketones react with Grignard reagent followed by hydrolysis to give tertiary alcohol. Formaldehyde or methanol HCHO react with Grignard reagent followed by hydrolysis to give primary alcohol. Then acetaldehyde react with Grignard reagent followed acetaldehyde എന്ന് പറഞ്ഞാൽ ethanol followed by hydrolysis to give secondary alcohol. Ketones react with the Grignard reagent followed by hydrolysis to give tertiary alcohol. ഇനി അതിന്റെ റിയാക്ഷൻ ഒന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതി കാണിച്ചു തരാം. ഒരു ഫോർമാൽഡിഹൈഡിനെ എടുത്തു ഞാൻ. ഇത് ഫോർമാൽഡിഹൈഡ് ആണ്. HC ഡബിൾ ബോണ്ടോ H റിയാക്ട് വിത്ത് CH3MgBr. ഇനി നമ്മൾ ഈ ബോണ്ട് ഇവിടെ വെച്ച് ക്ലീവ് ചെയ്ത് പോവും. CH3 ഇവിടെ വെച്ച് കാർബൺ മഗ്നീഷ്യം ബോണ്ട് വളരെ വീക്കാണ്, അത് പൊട്ടിപ്പോവും, ബ്രേക്ക് ചെയ്യും. ഇവിടെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും? HCO ഈസ് കണക്റ്റഡ് വിത്ത് MgBr. ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ O ഈസ് കണക്റ്റഡ് വിത്ത് MgBr ആൻഡ് CH3 ഈസ് കണക്റ്റഡ് വിത്ത് കാർബൺ. റിമൈനിങ് ഹൈഡ്രജൻ ഈസ് ദെയർ. ദെൻ ഹൈഡ്രോളിസിസ് H3O+. അപ്പോൾ ഇവിടെ വെച്ച് ബോണ്ട് ക്ലീവ് ചെയ്യും. ഇവിടെ എച്ചും ഇവിടെ OH ഉണ്ടാകും. അപ്പോൾ CH3 ആൻഡ് ഓൾസോ OH അല്ലെങ്കിൽ CH2OH പ്രൈമറി ആൽക്കഹോൾ ഉണ്ടാകും. ഇനി അസറ്റാൽഡിഹൈഡിനെ എടുക്കുവാണ്. CH3C ഡബിൾ ബോണ്ടോ H അസറ്റാൽഡിഹൈഡ് റിയാക്ട് വിത്ത് CH3MgBr. നമ്മൾ ആദ്യം കാണിച്ച പോലെ CH3Mg ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ഇവിടെ കാർബൺ ഓക്സിജൻ ബ്രേക്ക് ചെയ്യുന്നു. സോ CH3 is connected with the carbon. Then MgBr is connected with the OMgBr. Then hydrolysis നടത്തിയാൽ എന്ത് കിട്ടുന്നു? CH3COH CH3H എന്ന് വരും. സെക്കൻഡറി ആൽക്കഹോൾ. കുറച്ചും കൂടി CH3CHOH CH3 സെക്കൻഡറി ആൽക്കഹോളായി. ഇനി കീറ്റോണിനെ എടുത്താലും ഒരു കീറ്റോൺ എടുത്തു. CH3C ഡബിൾ ബോണ്ടോ CH3 റിയാക്ട് വിത്ത് CH3MgBr. ഇതുപോലെ തന്നെ നോക്കുക. ഇവിടെ വെച്ച് ബോണ്ട് ക്ലീവ് ചെയ്യുന്നു, ഇവിടെ ഈ ബോണ്ട് ക്ലീവ് ചെയ്യുന്നു. അപ്പോൾ CH3C carbon is connected with one more CH3. O is connected with the MgBr. Then hydrolysis. ഇവിടെ വെച്ച് ക്ലീവ് ചെയ്യുന്നു, ഇവിടെ എച്ചും ഇവിടെ OH ആകുന്നു. അപ്പോൾ CH3OH ടെർഷ്യറി ആൽക്കഹോൾ ഉണ്ടാകും. ഇതാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമാൽഡിഹൈഡ് വിത്ത് ഗ്രിഗ്നാർഡ് റിയേജന്റ് ടു ഗീവ് പ്രൈമറി.
Acetaldehyde with Grignard reagent to form secondary alcohol. Ketone with Grignard reagent to give tertiary alcohol. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ ആൽക്കഹോളിൻ്റെ പ്രിപ്പറേഷനാണ് കണ്ടത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫിനോളിൻ്റെ പ്രിപ്പറേഷൻ കാണാം. താങ്ക് യു.